Previous year question paper question ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ question ഡിസംബർ 2019 question പേപ്പറിൽ പാർട്ട് എയിൽ വന്ന question ആയിരുന്നു. സോ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Compute the cost of electrical energy in a month for a pump which is operated 8 hours daily for 30 days. The pump lifts 93,600 liters of water per hour against a total head of 25 meter. The pump has an efficiency of 75% and electric motor have an efficiency of 80%. The cost of electric energy is 15 per unit. അപ്പം ഈ ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഓൾറെഡി നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിച്ചിട്ടുള്ള ബേസിക്സ് വെച്ചിട്ട് ചെയ്യുന്ന പ്രോബ്ലം ആണ്. എങ്കിലും നമുക്ക് വീണ്ടും ഒന്ന് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് പമ്പ് has to lift 93,600 liters per hour of water. So let us first convert this one into meter cube per second. അപ്പോൾ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 93,000 ലിറ്റർ അതിന് മീറ്റർ ക്യൂബിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് we have 1 meter cube equal to 1000 liter. അപ്പോൾ 1 liter will be equal to 1 by 1000 of meter cube. ആ പ്രിൻസിപ്പിൾ ഇവിടെ യൂസ് ചെയ്ത് 93,600 ലിറ്ററിന് നമ്മൾ ആദ്യം മീറ്റർ ക്യൂബിലോട്ട് മാറ്റി ഇൻറ്റു again അവറിനെ നമ്മൾ മാറ്റണം. അവർ in terms of seconds, so 1 divided by 3600, 60 into 60. മിനിറ്റിലേക്ക് 60, സെക്കൻഡ്സിലേക്ക് 60, so 60 into 60, 3600. ഇത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ചാർജ് എത്രയായിട്ട് കിട്ടും? 0.026 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പോൾ തന്നിരിക്കുന്ന ഡിസ്ചാർജ് നമ്മൾ ആദ്യം മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് മാറ്റി. ഇനി തന്നിരിക്കുന്നത് എന്താണ്? ടോട്ടൽ ഹെഡ് ഓഫ് 25 മീറ്റർ. ടോട്ടൽ ഹെഡ് ഓഫ് 25 മീറ്റർ. അപ്പോൾ നമ്മൾ ഇത് കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ വാട്ടർ ഹോസ് പവർ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ വാട്ടർ പവർ കണ്ടുപിടിക്കണം. വാട്ടർ പവർ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ പെർ മന്ത് വാട്ട് ഈസ് ദ കിലോ വാട്ടർ അവർ യൂണിറ്റ്സ് യൂസ്ഡ് കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് വാട്ടർ ഹോസ് പവർ കണ്ടുപിടിക്കാം. അപ്പോൾ വാട്ടർ ഹോസ് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് വാട്ടർ ഹോസ് പവർ ഈസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു ക്യൂ എച്ച് ഡിവൈഡഡ് ബൈ 1000. This will be expressed in kilowatt. Okay. അപ്പോൾ നമുക്ക് ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ what is rho of water? Rho of water is 1000 kilogram per meter cube into g, acceleration due to gravity is 9.81 into q. എത്രയാണ് q നമ്മൾ എടുക്കുക? 0.026 into 25 divided by 1000. അപ്പോൾ ഡിവൈഡഡ് ബൈ 1000 ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോ വാട്ടിൽ എക്സ്പ്രസ് ചെയ്യാനാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 6.3765 ആയിരിക്കും ഇൻ കിലോ വാട്ട്. ഇനി നമുക്കിവിടെ തന്നിട്ടുണ്ട് the pump has an efficiency of 75 and electric motor has an efficiency of 80% അല്ലേ? അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ പമ്പ് എഫിഷ്യൻസി 75%, that is 0.75 തന്നിട്ടുണ്ട്. അതേപോലെ ഇലക്ട്രിക് മോട്ടോർ എഫിഷ്യൻസി നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? 0.8. അപ്പോൾ ഈ രണ്ട് എഫിഷ്യൻസി തന്ന സ്ഥിതിക്ക് വാട്ട് ഈസ് ദ ആക്ച്വൽ വാട്ടർ പവർ റിക്വയർഡ് അതൊന്ന് കണ്ടുപിടിക്കണം. സോ ദ ആക്ച്വൽ വാട്ടർ പവർ റിക്വയർഡ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ആക്ച്വൽ പവർ റിക്വയർഡ് this will be equal to 6.3765 divided by 0.75 into 0.8. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 10.63 കിലോ വാട്ട് കിട്ടും. അപ്പം ആക്ച്വൽ പവർ റിക്വയർഡ് എത്രയാണ്? 10.63 കിലോ വാട്ട്. എങ്കിലേ നമുക്ക് ഫീൽഡിൽ ഇത്ര ഡിസ്ചാർജ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം we have a loss of 0.75 and 0.8. So the ultimately available will be 6.37 which will pump this much amount of water. അപ്പോൾ നമുക്ക് എത്രയാണ് പവർ കിട്ടുമെന്ന് പറഞ്ഞു. ഇനി നമുക്കിവിടെ നോക്കാം ഈ പവർ this will be operating, the pump will be operating daily 8 hours for 30 days, right? So daily എത്രയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന പവർ for daily, for a day? What is the power used? This will be equal to 10.63 kilowatt
into 8, right? 8 hours. So this will be equal to 8502 kilowatt per day. ഒരു ദിവസം നമ്മൾ ഇത്രയും പവർ യൂസ് ചെയ്യും. Now for a monthly 30 days ആണ് ഓപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. So 85.02 kilowatt per day into 30 ആയിരിക്കും, right? So that will be equal to 2550.6 kilowatt hour per month. So ഒരു മാസം നമുക്ക് ഏകദേശം 2550 units kilowatt hour units of power യൂസ് ചെയ്യണം. So if it is charged, എത്രയാണ് ഒരു യൂണിറ്റിന്റെ ചാർജ് 15 rupees ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. So what will be the total cost? Total cost will be equal to 2550.6 kilowatt hour into 15. This will be approximately equal to 38,259 rupees. Okay. അപ്പോൾ കാൽക്കുലേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ പ്രോബ്ലംസ് ഈ കാറ്റഗറിയിൽ ചെയ്തു നോക്കുക.